നമസ്കാരം. നമ്മുടെ ട്രിപ്പ് അനുസരിച്ച് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ കുടകിലൊക്കെ പോകുന്നത്. ഉയ്യോ ഒന്നും പറയണ്ട. നോക്കിയാ ഈ ലൊക്കേഷൻ നോക്കിക്കോ നിങ്ങൾ. കോടമഞ്ഞ് എന്ന് പറഞ്ഞാൽ റോഡ് മുഴുവൻ തന്നെ പോകുന്ന വഴിക്ക് തന്നെ. ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാനും എബിൻ ചേട്ടനും ഒരു തവണ ചെയ്തൊരു സംഭവമാണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് നല്ല വൈൻ കിട്ടും, കാന്താരി മുളക് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം ഒരു 5 മിനിറ്റ് നമുക്ക് അതൊന്ന് കാണാം കേട്ടോ. ഒരു ചേച്ചിയുടെയാണ്. പിന്നെ നമുക്ക് പോയിട്ട് അതൊന്ന് കാണാം, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അവിടുത്തെ വൈനുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. പിന്നെ ആദ്യമേ പറഞ്ഞ് ഇതൊരു നോൺ ആൽക്കഹോളിക് വൈനാണ്, കള്ള് എന്ന് പറഞ്ഞ് ആരും വരരുത് കേട്ടോ. അപ്പോൾ നമുക്ക് കൊടകിലെ തണുപ്പിൽ വൈൻ കുടിക്കാൻ പോവാം. ഒരു കാര്യം കാണിച്ചേ, ഇതിപ്പം നേരത്തെ നമ്മൾ കോട കാണിച്ചു തന്നിരുന്നു. കോട കാണിച്ചു. ഈ വലത്ത് സൈഡ് കാണുന്നത് ഇത് ശരിക്കും ഒരു പുഴയാണ്. സോറി, പുഴയല്ല, തടാകം. കുളം എന്ന് പറയുന്നില്ലേ, കെട്ടിക്കിടക്കുന്ന വെള്ളം. ഇത് വേനൽക്കാലത്തൊക്കെ വന്നാൽ നമുക്കിത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പം നോക്കിയാൽ നിങ്ങൾ ഇതിൻ്റെ അവസ്ഥ എന്തെങ്കിലും കാണുന്നുണ്ട് നിങ്ങൾക്ക്? പുക പിടിച്ചതല്ല കേട്ടോ, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും കാണാനില്ല ഇവിടെ. ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. നോക്കിയേ, ഓ ഒന്നും പറയണ്ട, സൂപ്പർ. നല്ല തണുപ്പും. സമയം 2 മണി ആകാറായി. കഴിഞ്ഞ ദിവസം നമ്മൾ പാലക്കയം നാട്ടിലുള്ള തണുപ്പാണ് കണ്ടത് ഉച്ചക്ക്. ഇതും അതിൻ്റെ ആ ഒരു ലൊക്കേഷനിൽ തന്നെ വരുന്ന കേട്ടോ. നല്ല കാറ്റോട്ടോ, നല്ല കാറ്റും നല്ല ചാറ്റൽ മഴയും. ഓ അടിപൊളി, ഒന്നും പറയാനില്ല. 2:30 മണി 3 മണി സമയത്താണ് ഇതൊക്കെ നടക്കുന്നത് മാത്രം. നോക്കോ. ഓക്കെ, അപ്പം ഇതാണ് പെരുമ്പാടി ചുരം, പെരുമ്പാടി ചെക്ക് പോസ്റ്റ്. അപ്പം ഇവിടുന്ന് പോയിട്ട് നമുക്ക് വലത്തോട്ടാണ് ഈ പറഞ്ഞ വൈൻ ഷോപ്പിലേക്ക് പോകേണ്ടത്. നമ്മൾ ജസ്റ്റ് വണ്ടി ഫോർവേഡ് എടുക്കാൻ തിരിച്ചു വെച്ചേലും. ഇവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്, ഫാമിലിയായിട്ടൊക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, താഴെയൊക്കെ ആയിട്ട്. ആ ചുരം കഴിഞ്ഞ് നേരെയാണ് നമുക്ക് പോകേണ്ടത്. ഇടത്തോട്ടൊക്കെ റോഡുണ്ട്, പോകരുത്. നേരെ പോയാൽ നമുക്ക് ചേച്ചിയുടെ ഷോപ്പെത്തും. അപ്പം നമ്മളിവിടെ എത്തി. വരുന്ന റൂട്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കണ്ണൂർ, തലശ്ശേരി, മട്ടന്നൂർ, ഇരിട്ടി വഴി അവിടെ നിന്ന് വിരാജ്പേട്ട് പോകുമ്പോൾ വിരാജ്പേട്ട് റൂട്ട് കയറുക. പെരുമ്പാടി ചുരം ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇടത്തോട്ടേക്ക് വിരാജ്പേട്ടും നേരെ കോണിക്ക് പോകും. നേരെ കയറി ഏകദേശം 200 മീറ്റർ കഴിഞ്ഞ് വലത്ത് സൈഡ് നിങ്ങൾക്ക് ഇങ്ങനൊരു കട കാണും. അതിൽ ഈ ഒരു അവിടുന്ന് നമ്മൾ വരുമ്പോൾ നിങ്ങൾക്ക് വലത്ത് സൈഡായിട്ട് ഇങ്ങനൊരു കട കാണും, ചെറിയൊരു കട. കൂർഗ് ഹോം മെയ്ഡ് വൈൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഹോം മെയ്ഡ് വൈന് കിട്ടുന്നത്. നമ്മൾ മുമ്പൊരു വീഡിയോ ഇവിടെ ചെയ്തതാണ്, പക്ഷെ വേറെ ചാനലായിരുന്നു. ചേച്ചി അന്ന് നമ്മളെ വീഡിയോ കാണിച്ചതാണ്. ഇവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെയാണ് സാധനങ്ങൾ. നൂറ് കാണിച്ചാം. ഓ വിളിച്ചുണ്ടല്ലോ. ഇതാണ് ചേച്ചിയുടെ സ്പെഷ്യൽ. ജിഞ്ചർ വൈൻ, ഡേറ്റ്സ് വൈൻ, ഈത്തപ്പഴം വൈൻ, ബനാന, വൈന് വെള്ളമൊക്കെ വരണമാണ്, പൊമോഗ്രാനറ്റ്, അത് ഗ്രേപ്സ്. ഇതാണ് സാധനം. ചില്ലി. ചേച്ചി ഇതെന്തായിരുന്നു സ്റ്റിക്കർ ഒട്ടിക്കാത്തത്? ചാമ്പങ്ങ. ഓക്കെ, എത്ര വെറൈറ്റി വൈനുണ്ട് ചേച്ചി മൊത്തത്തിൽ? ഇവിടെ ഇപ്പം 3, 6, 7 വെറൈറ്റി ആണെന്നുണ്ട്. 15 വെറൈറ്റി വൈനുണ്ട്. വേറെ ഇവിടെ ഇല്ലാത്ത വേറെ എന്തൊക്കെയുള്ള? ഉണ്ടല്ലേ ചേച്ചി? ഇവിടെ തന്നെ ഉണ്ടാക്കുന്നെ? ഓക്കെ, എത്ര വർഷം ചേച്ചി വൈൻ പരിപാടിയിലേക്ക്? ചേച്ചിയുടെ പേര് പറഞ്ഞത്? റോസമ്മ. എനിക്കറിയാം. ഓമന എന്നാണ് ഞാൻ ഇവരോട് പറഞ്ഞത്. ഓമന ചേച്ചിയുടെ പറയല്ലേ. അപ്പം എത്ര കാലം ഇവിടെ തുടങ്ങിയിട്ടത്? വൈൻ തുടങ്ങിയിട്ട് ഇപ്പം ആദ്യം തുടങ്ങിയിട്ടുണ്ട്, ഇത്ര പ്രശസ്തി അല്ലായിരുന്നു. ഇപ്പം കുറച്ച് പ്രശസ്തിയല്ലേ? ഇപ്പൊ കുറച്ച് പ്രശസ്തി, 2 കൊല്ലമായി നല്ല പ്രശസ്തിയായി ആയില്ലേ? അടിപൊളി. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടുത്തെ വൈൻ
ഓരോരോ ഗ്ലാസ് ആയിട്ട്. ഇപ്പൊ ഇവിടെ ആര് വന്നാലും നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് വൈന് ടേസ്റ്റ് ചെയ്യാം. പൈസ ഒന്നും വേണ്ട, ആര് വന്നാലും ഇവിടെ ഫ്രീ ആയിട്ട് വൈന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ഈ വഴിയുടെ ബൈക്കേഴ്സ് ഒക്കെ പോകുന്നുണ്ട് ഈ വഴി. ഇത് അധികം ബൈക്കേഴ്സ് ബാംഗ്ലൂർ മൈസൂർ വന്ന റൂട്ടാണ്. വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കയറിയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് പോകാം കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം ഓരോന്നോരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യാൻ. ഇത് നമ്മുടെ ചുവന്ന ചാമ്പങ്ങയില്ലേ, നമ്മുടെ ചുവന്ന ചാമ്പങ്ങയുടെ വൈനാട്ടോ. ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ട്. കുട്ടി ഗ്ലാസ് ആണ്, കുട്ടി ഗ്ലാസ്. വൈന് നമ്മൾ കുറച്ചേ കുടിക്കാൻ പോകും കേട്ടോ. കുട്ടി ഗ്ലാസ് ഒഴിച്ചിട്ട് നോക്കാം. ഉണ്ടോ സാധനം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കുടിച്ചോട്ടോ. എരിവൊന്നുമില്ല കേട്ടോ. ഞാൻ വെച്ച് എരിവുണ്ടാവുന്ന സൂപ്പർ. നല്ല മധുരമാണ്. അതുപോലെ നമ്മുടെ ചാമ്പങ്ങേൻ്റെ ആ ഒരു ഫ്ലേവറില്ല അത് വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വിചാരിച്ച എരിവൊക്കെ ഉണ്ടാവുന്ന കയ്പൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷെ ഒന്നുമില്ല, നല്ല മധുരം കേട്ടോ. ഇത് നോൺ ആൽക്കഹോളിക് അല്ലേ? നോൺ ആൽക്കഹോളിക്, നോട്ട് ദ പോയിന്റ്. എന്നെ തെറി വരുന്നത് അതുകൊണ്ടാണ്. ചേച്ചി നമ്മളിപ്പോ ഒഴിക്കുന്നത് മാമ്പഴമാണ്. മാങ്ങ മാങ്ങ ഏത് മാങ്ങ ചേച്ചി? പപ്പായ മാങ്ങ, അണ്ടി മാങ്ങ, കശുമാങ്ങ, കശുമാങ്ങ. ഒഴിച്ചോ ഒഴിച്ചോ ഒഴിച്ചോ. ഇന്ന് ഞാൻ കുടിച്ച് സെറ്റ് ആകും. ഇന്ന് ഞാൻ മറ്റേ പാട്ടും പാടില്ല ചേട്ടാ. നീ ആയിരുന്നു മേലെ മറന്നു. അതെന്താ ഞാൻ പാടും. കശുമാങ്ങയാണ്. ഇത് ടോട്ടലി ഡിഫറെന്റ്. ആ ഒരു അതും ചാമ്പങ്ങയും ഇതും ടോട്ടലി ഡിഫറെന്റ് കേട്ടോ. സൂപ്പർ. ഞാൻ വൈനൊന്നും അങ്ങനെ കുടിക്കാറില്ല. പക്ഷെ നോൺ ആൽക്കഹോളിക് വൈനാണ്. ജ്യൂസാണ്. ഓരോരോ പഴത്തിൻ്റെയും ഓരോ ടൈപ്പ് ജ്യൂസാണ്. ഇവിടെ ചേച്ചി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ജ്യൂസല്ല. ഒന്നും പറയുന്ന ചേച്ചി നമുക്ക് അടുത്ത കാന്താരി ഒട്ടിക്കാം. കാന്താരി എന്ന് പറയുന്നത് അറിയോ? രണ്ടെണ്ണം സാധനം കുടിച്ചില്ലേ, കാന്താരി ഇങ്ങോട്ട് കുടിച്ചെന്താ വയറൊക്കെ ഇങ്ങനെ ഇളകി ഗുളുകുളു 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 ഗുളുകുളാവും. ഒരു രസം ഉണ്ടാവും. നല്ല പച്ച കാന്താരിയാണ്. പച്ച കാന്താരി, കെമിക്കലൊന്നും ഇടാത്ത ഒറിജിനൽ കാന്താരിയുടെ പരിഹാരം കൊടുക്കേണ്ടി വരും. കാന്താരി ഈ എൻ്റെ മോനെ വയറെരിയോ? ഓ ആ മണം തന്നെ കാന്താരിയാണെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ആ മണം പച്ചമുളകൊന്നുമല്ല, കാന്താരി ഒറിജിനൽ കാന്താരി കേട്ടോ. ഒറിജിനൽ കാന്താരിൻ്റെ മണമുണ്ട്. മൊത്തം ഞാൻ കുടിക്കണോ? അടച്ചോ, ബാക്കി ഞാൻ കുടിക്കാം. ബാക്കി നമ്മൾ ജംസിക്ക് കുടിച്ചോളൂ. സംഭവം സൂപ്പർ. തൊണ്ടയൊക്കെ കത്തി പണ്ടാരടങ്ങി. എൻ്റെ ഉമ്മോ എല്ലാം പോവല്ല. കൊളസ്ട്രോളും പോവും. കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ പോവോ? ആ ചേച്ചി അത് പറയാം. എന്താ ഇത് കുടിച്ചാലല്ലേ മെച്ചം വേറെ? ഓക്കെ. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. നടക്കുന്നുണ്ട്. പിന്നെ എന്തോ ആർട്ടിന് എന്തോ കൂടെ ഒന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ നമ്മുടെ സാധാരണ നമുക്ക് ശരീരത്തിന് അപകടകരമായ ആ സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. എന്നുവെച്ചാല് പിന്നെ കെമിക്കലില്ല. അതുപോലെ എന്താ പറയുന്നത്, ഈസ്റ്റ് ഇല്ല. കള്ള് ആൽക്കഹോളിക്കല്ല. കള്ളല്ല. ദയവ് ചെയ്തിട്ട് എന്നെ തെറി പറയത്. കള്ളല്ല. ഓക്കെ. കുട്ടികളൊക്കെ വന്ന് കുടിച്ചൂടെ? ഇവിടെ ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ വന്ന് കുടിക്കുന്നുണ്ട്. ജ്യൂസായിട്ടല്ലേ കൊടുക്കുന്നത്? പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ 40 ദിവസം നമ്മൾ ഭരണിയിൽ കെട്ടി വിൽക്കുന്നതുകൊണ്ട് വൈൻ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. കേട്ടല്ലോ കേട്ടല്ലോ കേട്ടല്ലോ. അപ്പം ഒന്നുകൂടി റൂട്ട് പറഞ്ഞുതരാം. ഇരിട്ടിയിൽ നിന്ന് വിരാജ്പേട്ട് വരുന്ന വഴിക്ക്, ഇരിട്ടിയിൽ നിന്ന് മൈസൂർ ബാംഗ്ലൂർ പോകുന്ന വഴിക്ക്
വിരാജ്പേട്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നേരെ പെരുമ്പാടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഇടത്തോട്ടേക്ക് വിരാജ്പേട്ടും നേരെ ഗോണിക്കുപ്പ് റോഡും. നേരെ ഗോണിക്കുപ്പ് റോഡ് കയറുക. നിങ്ങൾക്ക് പോകേണ്ട റൂട്ട് അതിനാണ്. കയറി ഒരു 100-150 മീറ്റർ കഴിഞ്ഞാൽ വലത്ത് സൈഡ് കാണാം കൂർഗ് ഹോം മെയ്ഡ് വൈൻ ഷോപ്പ്. നമ്മുടെ റോസമ്മ ചേച്ചി ഇന്ന് വിളിക്കപ്പെടുന്ന ഓമന ചേച്ചി ഇവിടെ ഉണ്ട് കേട്ടോ. ചേച്ചി ഉണ്ടാവും. പിന്നെ റേറ്റ് ചേച്ചി എത്ര ലിറ്റർ ഉണ്ടാവും? 750 മില്ലി വൈന് ഒരു ബോട്ടിലിന് വില 150 രൂപ. കാന്താരി മാത്രം 200 രൂപ. കാരണം കാന്താരി 250 രൂപ. സോറി കേട്ടോ. കാരണം കാന്താരി നില കുറച്ച് എക്സ്പെൻസീവ് ആണ്. കിട്ടാൻ ഭയങ്കര പാടല്ല. അപ്പം എന്താ നോക്കിക്കുന്നേ? വിടലല്ലേ നമ്മുടെ ഓമന ചേച്ചിയുടെ വൈൻ ഓടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്ന വഴിക്ക് ഇരുട്ടിയിൽ ഞാനുണ്ടാവും. ഇരുട്ടിയിൽ ആരോട് ചോദിച്ചാലും എൻ്റെ വീടും പറഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് മീറ്റ് ചെയ്യാം. നാളെ മുതൽ മൈസൂർ ബാംഗ്ലൂർ പോകുന്ന ആൾക്കാരൊക്കെ വന്നോളൂ. ടൈമിംഗ് എങ്ങനെ? രാവിലെ എത്ര മണിക്ക് കൊടുക്കും? രാത്രി 6 മണി മുതൽ 9 മണി വരെ നമ്മുടെ ഓമന ചേച്ചി ഇവിടെ ഉണ്ടാവും. സ്ഥിരം ഉണ്ടാവും. അപ്പൊ ശരി ഗൈസ്, അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.